നമസ്കാരം. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2025 വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വന്നു ചേരുമെങ്കിലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാൻ ഈ ഒരു വർഷത്തിൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അന്വേഷിച്ചും ഭാവിയിലെ സുരക്ഷിതത്വം മനസ്സിലാക്കിക്കൊണ്ടും മാത്രമേ ഏതൊരു കാര്യങ്ങൾക്ക് പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം പരാജയപ്പെടുവാനും ഒരുപക്ഷെ നഷ്ടകഷ്ടങ്ങൾക്കും വഴിയൊരുക്കുവാനും ഇതിന്റെ വെളിച്ചത്തിൽ അനന്തരഫലമായിട്ട് ഭൂമി വിൽപ്പന ചെയ്ത് കടം കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിൽ ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും അധികാര പരിധിയും വർദ്ധിക്കും. ഒരുപക്ഷെ മേലധികാരികളുടെ ചുമതലകളെല്ലാം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ നിശ്ചിതമായിട്ടുള്ള തസ്തിക വന്നു ചേരുക എന്നത് കാലതാമസം ഉണ്ടാകുവാനും 2026 മാത്രമേ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നതുമുള്ളൂ. മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള നിക്ഷേപ സമാഹരണ യജ്ഞം, ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങൾ, അതേപോലെ തന്നെ കരാറ് ജോലികൾ, ഇവയെല്ലാം തന്നെ മെയ് മാസത്തോടുകൂടി പൂർത്തീകരിക്കുവാനും കുറച്ച് ബുദ്ധിമുട്ടിയാലും കൂടുതൽ ജോലിക്കാരെ വെച്ചുകൊണ്ട് മെയ് മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറി സ്വന്തം കൺവെട്ടത്തിലും മേൽനോട്ടത്തിലും ആശയവിനിമയത്തിലും ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സാമ്പത്തിക ദുരുപയോഗത്തിന് എല്ലാ മേഖലകളിലും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് പരമാവധി മെയ് മാസത്തിന് മുൻപ് തന്നെ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. വേണ്ടപ്പെട്ടവർ പറയുന്നതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യത്തോടുകൂടി സ്വീകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുകയും എല്ലാവരിലുമുള്ള നന്മയെ സ്വീകരിച്ചുകൊണ്ട് തിന്മയെ ഒഴിവാക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതമാകുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുക മാത്രമല്ല, ഈ ഒരു വർഷത്തെ പല വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് പോലും ഇത് ഉപകരിക്കുവാൻ ഇടയുണ്ട്. നമസ്കാരം.